കൊന്നത്? ആര് കൊന്നു എന്നാണ് അവര് പറയുന്നത്? അറിയില്ല. ഒരുപക്ഷെ പ്ലാവിന് മുയലിനോട് വല്ല മുൻവൈരാഗ്യവും കാണും. അങ്ങനെ മുയലിന്റെ തലയിൽ ചക്കയിട്ട് കൊന്നതായിരിക്കും. ടീമു, ഏതായാലും നമുക്ക് ഉടനെ ചെന്ന് ആ മുയലിന്റെ ഭാര്യ അമ്മിണിയെ കാണണം. അവരുടെ മൊഴിയെടുക്കണം. കൂടാതെ അവരുടെ കയ്യിലുള്ള തെളിവുകളും ശേഖരിക്കണം. ഓക്കേ ബോസ്, ഓക്കേ. അയ്യോ ബോസ്, എന്താണ്? അയ്യോ അയ്യോ അയ്യോ. പ്രശസ്ത കുറ്റാന്വേഷകൻ ടൈഗർ പോലീസിന്റെ ജീപ്പ് അപകടത്തിൽപ്പെട്ടു. ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. ടൈഗറും കൂട്ടാളി ഡീമുവും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിയന്ത്രണം നഷ്ടപ്പെട്ടു പാഞ്ഞ ജീപ്പിനെ മനധൈര്യം കൈവിടാതെ ടൈഗർ പോലീസ് വരുതിയിലാക്കിയതിനാൽ 100 മീറ്റർ താഴ്ചയിലുള്ള കൊക്കയിൽ വീഴാതെ അവർ രക്ഷപ്പെടുകയായിരുന്നു. പ്രമാദമായ മുയൽവധ കേസിന്റെ അന്വേഷണത്തിനായി പുറപ്പെട്ടപ്പോഴാണ് ടൈഗർ അപകടത്തിൽപ്പെട്ടത്. ഭയപ്പെടാൻ ഒന്നുമില്ലെന്നും മുയൽവധ കേസിന്റെ അന്വേഷണം ഉടൻ തുടങ്ങുമെന്നും ടൈഗർ അറിയിച്ചു. ടയർ പൊട്ടിയതാണല്ലോ. പെട്ടെന്ന് വണ്ടി നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ടൈഗർ ഒരു കേസ് ഏറ്റെടുത്താൽ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. മിസ്സിസ് അമ്മണി പാച്ചു അല്ലേ? ടൈഗർ സാറോ, വരൂ, ഇരിക്കൂ. ഞാൻ വന്നത് എന്തിനാണെന്ന് ഊഹിക്കാമല്ലോ. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഡോക്ടർ പാച്ചുമൊയിലിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. തലയിൽ ചക്ക വീണാണ് പാച്ചുമൊയിൽ ചത്തതെന്ന് ഈ നാട്ടിലെ കുഞ്ഞിനു പോലും അറിയാം. ചക്ക വീണ മൊയില് ചത്തു എന്നൊരു പ്രയോഗം പോലും ഈ നാട്ടിലുണ്ട്. ബോസ് തെളിയിച്ച പല കേസുകളെ പറ്റിയും ഈ അഭിപ്രായമുണ്ട്. ചക്ക വീണാണ് എന്റെ പാച്ചുവേട്ടൻ മരിച്ചതെന്ന കാര്യത്തിൽ എനിക്കും സംശയമൊന്നുമില്ല. പക്ഷെ അതൊരു ആകസ്മിക മരണമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു വെൽ പ്ലാൻഡ് മർഡർ ആയിരുന്നു. ശക്തമായ തെളിവുകൾ നിരത്തി ഞാൻ ഈ കാര്യം ലോക്കൽ പോലീസിനോട് പറഞ്ഞപ്പോൾ കേസെടുക്കാൻ സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞത്. ഓഹോ. എന്നിട്ട് അവർ പറയുകയാ, പ്ലാവിന് മുയലിനോട് വല്ല മുൻവൈരാഗ്യവും കാണും, അതുകൊണ്ട് പ്ലാവായിരിക്കും മുയലിന്റെ തലയിൽ ചക്കയിട്ട് കൊന്നതെന്ന്. ഓഹോ, കഷ്ടം. നിങ്ങളുടെ ഭർത്താവിന് വല്ല ശത്രുക്കളും ഉണ്ടായിരുന്നോ? എന്റെ ഭർത്താവ് ഒരു ശാസ്ത്ര പ്രതിഭയായിരുന്നു. ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കാനായി ഇറങ്ങി പുറപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ ശാസ്ത്ര നേട്ടങ്ങളെ അസൂയയോടെ കണ്ട ചിലരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ ചില ശാസ്ത്രജ്ഞർ. അവരിൽ ചിലരെ എനിക്ക് സംശയമുണ്ട്. താങ്കളുടെ ഭർത്താവിന്റെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ്? സ്വർണത്തിലടങ്ങിയിട്ടുള്ള 22 ക്യാരറ്റിൽ ഒന്നുപോലും മുയലുകൾക്ക് തിന്നാൻ പറ്റില്ല എന്ന് കണ്ടെത്തിയത് അദ്ദേഹമാണ്. അടിപൊളി. അദ്ദേഹത്തെ ആരോ കൊലപ്പെടുത്തിയതാണെന്ന് നിങ്ങൾ പറയുന്നു. അതിന് തെളിവായി അദ്ദേഹത്തിന്റെ ഒരു ഡയറി കുറിപ്പാണ് നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. അതെ. എനിക്ക് ആ ഡയറി ഒന്ന് കാണണം. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇതാണ് എന്റെ ഭർത്താവിന്റെ ഡയറി. ഇതിൽ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളുണ്ട്. മെയ് 1-ാം തീയതി അദ്ദേഹം എന്താ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കൂ. ഏ